ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന ഭക്തർക്ക് ഭക്ഷണം നൽകാൻ ഒരുങ്ങിയ യുവാവിനെ തടഞ്ഞ് CPM. പാർട്ടിയോട് അനുവാദം വാങ്ങിയാലേ ഭക്ഷണം നൽകാൻ കഴിയൂവെന്ന് CPM നേതാവ് പറയുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. യുവാവിനെ തടയാനെത്തിയത് ഏണിക്കര പ്രദേശത്തെ CPM പ്രാദേശിക നേതൃത്വം. വർഷങ്ങളായി ഏണിക്കര ശിവക്ഷേത്ര മൈതാനത്ത് ഭക്ഷണം നൽകി വന്നയാളെയാണ് CPM തടഞ്ഞത്. പാർട്ടിയാണ് നടത്തുന്നത്. പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി നടപ്പിലാക്കും. പാർട്ടിക്കാരിലാണ് പാർട്ടി നടപ്പിലാക്കൂ. സാധാരണ ആൾക്കാരിലെ നടക്കൂലല്ലോ. ലൈവ് കിടക്കാണ് ലൈവ് നിന്റെ അടുത്ത് ഞാനല്ലേ പറഞ്ഞു പുല്ലുമല്ല ബാക്കി വൈകുന്നേരം നമ്മളെത്തുമ്പോൾ ആഹാരം കൊടുത്തതിനാണ് അവിടെ കിടന്ന് ചാർന്നത്. നമ്മളെത്തുമ്പോൾ ആഹാരം കൊടുത്തതിന് നമ്മളെത്തുമ്പോൾ ആഹാരം നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല. ഇവിടെ കഞ്ചാവ് കൊണ്ടല്ലോ. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന ഭക്തർക്ക് ഭക്ഷണം നൽകാനൊരുങ്ങിയ യുവാവിനെയാണ് ഇത്തരത്തിൽ CPM നേതാവ് തടഞ്ഞിരിക്കുന്നത്. അങ്ങേയറ്റം പ്രകോപനപരമായാണ് സംസാരിക്കുന്നത്. പാർട്ടിയോട് അനുവാദം വാങ്ങിയാലേ ഭക്ഷണം നൽകാൻ കഴിയൂവെന്ന് CPM നേതാവ് ആക്രോശിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇവിടെ പാർട്ടി തീരുമാനിക്കും, അതനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. എന്തായിരുന്നു സംഭവം? തീർച്ചയായിട്ടും CPM നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒരു തിട്ടൂരം തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപമുള്ള ഏണിക്കര ശിവക്ഷേത്ര മൈതാനിയിൽ വർഷങ്ങളായി ഈ യുവാവ് കഴിഞ്ഞ പല വർഷങ്ങളായി ഇത്തരത്തിൽ ആറ്റുകാൽ പൊങ്കാല ദിനത്തിനോടനുബന്ധിച്ച് പൊങ്കാല അർപ്പിക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകാറുണ്ട്. ആ ഭക്ഷണം നൽകിയതിനെയാണ് CPM നേതാക്കൾ ഒരുമിച്ചെത്തി തടഞ്ഞത്. പാർട്ടിയോട് മുൻകൂട്ടി അനുവാദം വാങ്ങിയില്ല. അനുവാദം വാങ്ങിയാൽ മാത്രമേ ഇത്തരത്തിൽ ഭക്തർക്ക് ഇവിടെ വെച്ച് ഭക്ഷണം നൽകാൻ സാധിക്കുള്ളൂ എന്നാണ് CPMന്റെ പഴയാറ്റിൻകര ബ്രാഞ്ച് സെക്രട്ടറി R പ്രശാന്ത് തിട്ടൂരമായി ഈ ഒരു യുവാവിനോട് കയർത്ത് മുന്നോട്ട് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാർട്ടിയുടെ പൂർണ്ണമായ തിട്ടൂരം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും വലിയ രീതിയിലുള്ള ഒരു തിട്ടൂരം അത് ദൃശ്യങ്ങളിൽ നിന്ന് പോലും വ്യക്തമാണ്.
ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഒരുങ്ങിയ യുവാവിനോടാണ് ഇത്തരത്തിലുള്ള ഒരു അതിക്രമം കാട്ടിയിരിക്കുന്നത്. CPM-ന്റെ ചുമതലയുള്ള പഴയാറ്റിൻകര ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കുന്ന ആർ പ്രശാന്താണ് ആദ്യം ഇത്തരത്തിൽ പറയുന്നത്. ഇതിവിടെ പാർട്ടി തീരുമാനിക്കും, പാർട്ടി തീരുമാനിച്ചാൽ മാത്രമേ തനിക്ക് ഭക്ഷണം നൽകാൻ സാധിക്കുള്ളൂ, അത് ഭക്തർക്ക് ഭക്ഷണം നൽകാൻ സാധിക്കുള്ളൂ, പാർട്ടിയാണ് ഇവിടുത്തെ അവസാന വാക്ക് എന്ന തരത്തിലാണ് പഴയാറ്റിൻകര CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ ആർ പ്രശാന്ത് ഈ ഭക്ഷണം നൽകാനെത്തിയ യുവാവിനോട് ആക്രോശിച്ചുകൊണ്ട് അടുത്തെത്തുന്നത്. അതിനുശേഷം വീണ്ടും യുവാവ് ഭക്ഷണം നൽകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് മറ്റു CPM പ്രവർത്തകരെയും ഏരിയ ചുമതലയുള്ള CPM നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഇവിടേക്ക് എത്തുന്നു. ഈ യുവാവിനെ തടയുന്ന ഒരു കാഴ്ച, അത് ആ പ്രദേശത്തെ പൂർണ്ണമായുള്ള CPM നേതാക്കളുടെ നേതൃത്വത്തിലും പ്രവർത്തകരുടെ നേതൃത്വത്തിലുമാണ്. രണ്ടാം ഘട്ടത്തിൽ വലിയ രീതിയിൽ ഈ യുവാവിനെ തടയുന്നത്. ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഒരുങ്ങുമ്പോഴാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് ദാഹജലവും ഭക്ഷണവും നൽകാനെത്തിയ യുവാവിനോടാണ് ഇത്തരത്തിലുള്ള അതിക്രമം CPM നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഒരു പാർട്ടി ഗ്രാമം എങ്ങനെയാണ്, അല്ലെങ്കിൽ പാർട്ടി ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നതിന് സമാനമായിട്ട് മറ്റൊരു ആളുകൾക്കും ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത യുവാവാണ് ഈ വ്യക്തി. ഈ തരത്തിൽ ആറ്റുകാലമ്മയുടെ തിരുനടയിൽ പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ഒരുങ്ങിയ ആ യുവാവിനെതിരെയാണ് വലിയ രീതിയിലുള്ള അതിക്രമം CPM നേതാക്കൾ നടത്തിയത്. ആദ്യഘട്ടത്തിൽ എത്തുന്ന നേതാവിന്റെ പേര് CPM-ന്റെ പഴയാറ്റിൻകര ബ്രാഞ്ച് സെക്രട്ടറി ആർ പ്രശാന്താണ്. പാർട്ടി തിട്ടൂരം അല്ലെങ്കിൽ പാർട്ടിയോട് അനുവാദം വാങ്ങിയാൽ മാത്രമേ തനിക്ക് ഇവിടെ ഭക്ഷണം നൽകാൻ കഴിയുള്ളൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് അടുത്തെത്തുന്നത്. അതിനുശേഷം സമീപ പ്രദേശത്തെ മറ്റു പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും വിളിച്ചുകൂട്ടി ഈ അന്നദാനം അല്ലെങ്കിൽ ഭക്ഷണം നൽകാനെത്തിയ യുവാവിനെ ആക്രമിക്കാനും ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പാർട്ടിയോട് അനുവാദം വാങ്ങാതെ തനിക്കിവിടെ ഭക്ഷണം നൽകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് CPM നേതാക്കൾ എടുക്കുന്ന കാഴ്ച. പിന്നീട് ബലപ്രയോഗത്തിലൂടെ ആ യുവാവിനെ തിരിച്ചയക്കുന്നു. അന്ന് അന്നദാനം മറ്റു ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് നൽകാൻ കഴിയാതെ ഈ യുവാവ് മടങ്ങുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് സമീപത്ത് നിന്ന ഒരാൾ ആ ദൃശ്യങ്ങൾ പകർത്തുകയുണ്ടായി. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനൻ TV പുറത്തുവിട്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് CPM നേതാക്കളുടെ തിട്ടൂരം. അത് വലിയ അതിക്രമത്തിലേക്കൊക്കെ കടന്നു കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപം ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകാനെത്തിയ ഒരു യുവാവിനോട് CPM പ്രവർത്തകരുടെയും നേതാക്കളുടെയും സമീപനം തന്നെയാണ് നമുക്ക് കൃത്യമായി വ്യക്തമാകുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലായി പഴയാറ്റിൻകര CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ ആർ പ്രശാന്ത് പറയുന്നത്, പാർട്ടി തീരുമാനിച്ചാൽ മാത്രമേ, പാർട്ടി തീരുമാനിക്കും ആര് ഭക്ഷണം ഇവിടെ നൽകണം, ആർക്ക് ഭക്ഷണം കൊടുക്കണം എന്നത് പാർട്ടി തന്നെ തീരുമാനിക്കുമെന്ന ആ തിട്ടൂരത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷമാണ് മറ്റു പാർട്ടി പ്രവർത്തകരെയും കൂട്ടിക്കൊണ്ട് വീണ്ടും ഈ ഒരു യുവാവിന് നേരെ അതിക്രമവുമായി ഈ ആർ പ്രശാന്ത് അടുത്തേക്ക് എത്തുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായിരുന്നാലും CPM നേതാക്കളുടെ ഏകാധിപത്യം അത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വിനീഷ്, നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല ദിവസം എല്ലാ സൗകര്യങ്ങളും ഭക്തർക്ക് നൽകുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അതനുസരിച്ചാണ് സന്നദ്ധ സംഘടനകൾ, റെസിഡന്റ് അസോസിയേഷനുകൾ, സ്വകാര്യ വ്യക്തികൾ ഇവരൊക്കെ മുൻപോട്ട് വരുന്നത്. ഇതിനിടയിൽ ഭക്തർക്ക് ഭക്ഷണം നൽകാൻ ഒരുങ്ങുന്നിടത്താണ് ഈ CPM നേതാവിൻ്റെയും അതോടൊപ്പം പ്രവർത്തകരുടെയും ഒക്കെ ഭീഷണിയും ഗുണ്ടായിസവും നടക്കുന്നത് എന്ന് വേണം കരുതാൻ. കാരണം മറ്റ് ഒരു തരത്തിലുമുള്ള ദുർവ്യാഖ്യാനങ്ങൾക്ക് ഇവിടെ സാധ്യതയില്ല. അവിടെ എത്തുന്ന ഭക്തർക്ക് ഭക്ഷണം നൽകാൻ ഒരുങ്ങുക, അതിനാണ് ആ യുവാവ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭക്ഷണവും വെള്ളവുമാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധി പോലുമല്ല ആ വ്യക്തി. പക്ഷേ ഇത്തരത്തിൽ അവിടെ ഒരു ഗുണ്ടായിസം നടപ്പിലാക്കുക, തങ്ങൾ ഇവിടെ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നൊക്കെ ആക്രോശിക്കണമെങ്കിൽ അത് നേരത്തെ വിനീഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടി ഗ്രാമത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമോ അത് അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് അന്നത്തെ ദിവസം അവർ കാഴ്ചവെച്ചത്. തികച്ചും ഗുണ്ടായിസം തന്നെയാണ് ഈ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും CPM നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്. കാരണം അവർക്കവിടെ ഭക്തരുടെ സൗകര്യം ഒന്നുമല്ല പ്രധാനം എന്നുള്ളത് മനസ്സിലായി. അവരുടെ അജണ്ട നടപ്പിലാക്കുക, അവരുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, കപട പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇത് തന്നെയല്ലേ അവർ ലക്ഷ്യം വെച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. CPM-ന്റെ തിട്ടൂരം അല്ലെങ്കിൽ CPM-ന്റെ ഗുണ്ടായിസം തന്നെയാണ്
അവിടെ കാണിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ദൃശ്യങ്ങളിൽ നിന്ന് പോലും അത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. കാരണം ഒരു ആള് അന്നദാനം നൽകാനായി അല്ലെങ്കിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തർക്ക് ഭക്ഷണവും വെള്ളവും നൽകാൻ എത്തുമ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് CPM നേതാക്കളോട് അനുവാദം വാങ്ങിയാൽ മാത്രമേ അവിടെ വെച്ച് ഭക്ഷണവും വെള്ളവും നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന തരത്തിലുള്ള ഒരു നിലപാട് എടുക്കുന്നത് തന്നെ CPMന്റെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഗുണ്ടായിസം തന്നെയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനൻ TV പുറത്തുവിടുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ദൃശ്യങ്ങൾ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ഏതൊരു സ്വകാര്യ വ്യക്തിക്കോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ ആർക്കും വേണമെങ്കിലും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണവും ദാഹജലവും നൽകാം. അത് വലിയ രീതിയിലുള്ള അതൊരു മഹത്തായ കാര്യമായി തന്നെയാണ് തിരുവനന്തപുരത്തെ നഗരത്തിലെ ഓരോ വ്യക്തികളും കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സന്നദ്ധ സംഘടനകളും അത്തരത്തിലുള്ള സേവനങ്ങൾ പല കേന്ദ്രങ്ങളിൽ ഒരുക്കുന്നതും നമുക്ക് ആറ്റുകാൽ പൊങ്കാലയുടെ ആ ദിവസം നമുക്ക് കാണാൻ സാധിച്ചതാണ്. ഒരേ മനോഭാവത്തു കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ഒരേ രീതിയിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണവും ദാഹജലവും നൽകിക്കൊണ്ട് ആത്മസംതൃപ്തിയിലേക്ക് പോകുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ഒരു സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തിയ ഭക്തജനങ്ങൾക്ക് ഭക്ഷണവും ദാഹജലവും എത്തിക്കാൻ വരുമ്പോൾ അവിടെ CPM നേതാക്കളുടെ അനുമതി വാങ്ങിയാൽ മാത്രമേ അത്തരത്തിൽ ദാഹജലവും ഭക്ഷണവും നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന CPMന്റെ ഗുണ്ടായിസത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പഴയാറ്റിൻകര CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള R. പ്രസാദാണ് ആദ്യഘട്ടത്തിൽ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നതും ഇത്തരത്തിലാണ്: നിന്നോട് പറഞ്ഞതല്ലടാ, ഇവിടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, പാർട്ടി തീരുമാനിക്കുന്ന കാര്യം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. പാർട്ടിയോട് അനുവാദം വാങ്ങിച്ചാൽ മാത്രമേ തനിക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ, ആറ്റുകാലമ്മയുടെ പൊങ്കാല അർപ്പിക്കാൻ എത്തിയ ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാടായിരുന്നു ഈ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ പഴയാറ്റിൻകര ബ്രാഞ്ച് സെക്രട്ടറിയായ R. പ്രശാന്ത് സ്വീകരിച്ച നിലപാട്. അതിനുശേഷം വീണ്ടും R. പ്രശാന്തിന്റെ നേതൃത്വത്തിൽ മറ്റു CPM നേതാക്കളെയും ഏരിയ ചുമതലയുള്ള നേതാക്കളെയും കൂട്ടിക്കൊണ്ട് വീണ്ടും ഇയാളെ ആക്രമിക്കാനായി അടുത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് രണ്ടാമത്തെ ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും പാർട്ടി പറയാതെ നീ നൽകേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് ഈ CPM നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ CPM നേതാക്കൾ പ്രകോപിതരായത്? അങ്ങനെ എന്തിനു വേണ്ടി പ്രകോപിതരായി എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ആ സമയത്ത് പ്രതിഷേധമുണ്ടാകുന്നു. പോലീസ് ഇവരും നോക്കുകുത്തിയായി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് പോലും കാണാൻ സാധിക്കുന്നു. പോലീസ് ഇവരും ഇടനിലക്കാരന്റെ ഒരു തർക്കമുണ്ടാകുന്ന സമയത്ത് അതിന് പരിഹാരം കാണേണ്ട പോലീസ് CPM നേതാക്കൾക്ക് അടിമയായി പ്രവർത്തിക്കുന്ന കാഴ്ച ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവസാനം ഈ യുവാവ് ഭക്ഷണവും വെള്ളം നൽകാനെത്തിയ യുവാവ് തിരിച്ച് ഈ CPMക്കാരുടെ അതിക്രമം ഉണ്ടാവുമെന്ന് ഭയന്ന് അവിടെ നിന്ന് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിൽ ഒരു യുവാവിന് നേരെയുള്ള അതിക്രമം CPM നേതാക്കളുടെ ഗുണ്ടായിസവും ഏകാധിപത്യ നിലപാടും തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി വിനീഷ്, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്ന ഭക്തർക്ക് ഭക്ഷണം നൽകാനൊരുങ്ങിയ യുവാവിനെ തടഞ്ഞ CPM, പാർട്ടിയോട് അനുവാദം വാങ്ങിയാലേ ഭക്ഷണം നൽകാൻ കഴിയൂവെന്ന് CPM നേതാവ് പറയുന്ന ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. വിനീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.